യുവസമ്പത്ത് നമ്മുടെ നാടിനുണ്ട്. And in many ways, this is the greatest asset of Kerala, is its people. അങ്ങനെ പല ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളാണ്. And for us in the opposition, because we see your problems at such a close, at such a deep level, it really is a tragedy that along with everything, we see the resources the state has, we see the problems you have, and what we see is wasted opportunities, one after the other. സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ജനപ്രതിനിധിയായി ഈ നാടിന്റെ സാധ്യതകളെ, വിഭവ സമ്പത്തിനെ കാണുകയും മറുവശത്ത് അത് ഉപയോഗപ്രദമായി, അത് മാന്യമായി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മനുഷ്യരെ മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. The state is in debt. Unemployment is at its highest possible. നമ്മുടെ സംസ്ഥാനം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്നു. അതോടൊപ്പം തൊഴിലില്ലായ്മ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കുന്നു. You face corruption at every step. ഓരോ ചുവടുവെപ്പിലും സർക്കാരിന്റെ ഓരോ മുന്നേറ്റത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അഴിമതിയുടെ കൂമ്പാരമാണ്. And it's very clear, every child in Kerala has now understood this, that the CPM government, the LDF government has become a completely corrupt government which works more for corporate entities than it does for the people of Kerala. ഇവിടുത്തെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം CPIM നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്നും കുത്തക മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും. And a very strange thing is happening, because all of us who raise our voices against the Prime Minister's policies, against the BJP, we have cases on us. We have ED cases, income tax cases. Rahul ji, who used to be our MP before me, has so many cases. He has to travel all around India, go to courts and appear in courts. But the strange thing is that after all this corruption, the Chief Minister of Kerala doesn't have even one single case against him put by the central government and the agencies. വിചിത്രമായ ഒരു കാര്യം നോക്കിയേ, ഇവിടെ പ്രധാനമന്ത്രിക്കെതിരെ, BJPക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ, മറുശബ്ദം ഉയർത്തുന്നവരെല്ലാം കേന്ദ്ര ഏജൻസികളായ ED പോലെയുള്ളത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്, അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അഴിമതിയിൽ കുളിച്ചു നിൽക്കുമ്പോൾ പോലും മുഖ്യമന്ത്രിക്കെതിരെ, പിണറായി വിജയനെതിരെ ഒരൊറ്റ കേസ് പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിയെടുക്കുന്നില്ല. So it's very clear that they have a secret deal, that they both work together for their own political benefit. അപ്പോൾ കൃത്യമായി നമുക്കറിയാം അവര് തമ്മില് ഒരു രഹസ്യ ധാരണയുണ്ടെന്നും പരസ്പര രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവർ കൈ ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കുകയാണെന്നും. The LDF has been in power here for 10 years. ഇടതുപക്ഷം LDF സർക്കാർ ഇവിടെ 10 വർഷമായി അധികാരത്തിലുണ്ട്. If you look at the last 10 years of your life, can you say that your lives have become easier, better? You have got the support of government. All the people who are running these shops and businesses here, can they say that the policies of the LDF have helped them to earn better in these 10 years? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 10 വർഷം കൊണ്ട് LDF നേതൃത്വം കൊടുത്ത ഈ 10 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമായോ, കൂടുതൽ സുഖപ്രദമായോ? പ്രത്യേകിച്ച് ഈ കച്ചവടക്കാരെ, വഴിയോര കച്ചവടക്കാരെ എല്ലാം ഞാൻ കാണുന്നു. ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ LDF സർക്കാരിന്റെ കൈത്താങ്ങ്, പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? The truth is that every single person I talk to, no matter who it is, whether it is the tribal communities, whether it is from any other community, each one says life has become much harder. Prices have gone up, jobs are more difficult to get. You may be educated, but you cannot find employment. If you want to start a business, there's no support from government. Taxes have gone up. ഓരോരുത്തരെ, അത് ഗോത്രവർഗക്കാരായിക്കോട്ടെ, മറ്റു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായിക്കോട്ടെ, ഓരോരുത്തരായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഓരോ 10 വർഷത്തിൽ, ഓരോ വർഷം മുന്നോട്ട് പോകും തോറും ജീവിതം കൂടുതൽ സങ്കീർണമാവുകയാണ്, കൂടുതൽ കലുഷിതമാവുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ തൊഴിലില്ല, കുതിച്ചു കയറുന്ന നികുതി പണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നതിനെ കുറിച്ചാണ് ഓരോ മുക്കിലും മൂലയിലും മനുഷ്യർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.
And there is so much that needs to be done, which has not been done in the last 10 years. I think the time has come for all of you to reflect on these 10 years of your lives and to see whether this is what you want for another 5 years. പ്രിയപ്പെട്ടവരെ, സമയമാഗതമായിരിക്കുകയാണ്. ഈ 10 വർഷത്തെ ദുരന്തങ്ങൾക്ക് അവസാനം കുറിക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ്. Because if this carries on for another 5 years, your state is going to be in great difficulty. ഇതേ ദുർഭരണം, ഈ ദുർഭരണം 5 വർഷം കൂടിയും തുടർന്നാൽ എത്രമാത്രം പ്രശ്നത്തേക്കാണ് ഈ സംസ്ഥാനം പോവുകയെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. Problems are increasing. പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. They are not getting better. And in fact, with the war in the Middle East, things are going to become even more difficult in the near future. ഇനി വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ മധ്യപൂർവ്വ ഏഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെല്ലാം ഈ അവസ്ഥയെ, ഈ ദുരന്തങ്ങളെ കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. So you need a strong leadership at this time, a government with a vision, a government that has a plan to make you move forward for your children to have a brighter future. And the UDF is prepared to do that. നമുക്കിപ്പോൾ ആവശ്യം കരുത്തുറ്റ ഒരു നേതൃനിരയാണ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, കാഴ്ചപ്പാടുള്ള, നമ്മുടെ അടുത്ത തലമുറയെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സർക്കാരിനെ, ഒരു ഭരണകൂടത്തെയാണ് നമുക്കിപ്പോൾ ആവശ്യം. And to begin with, to support you through these difficult times, we have taken out 5 guarantees which I want to tell you about. ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിഹാരങ്ങൾ കാണാൻ തുടക്കം എന്ന പോലെ നമ്മൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിലേറുകയാണെങ്കിൽ ഒരു തുടക്കം എന്ന പോലെ 5 ഗ്യാരണ്ടികളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. So the first is free bus travel across the state for all my sisters. ഒന്നാമത്, കേരളത്തിലെ വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉറപ്പുവരുത്തും. The second is 1,000 rupees per month for all college going girls. രണ്ടാമത്, കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് നൽകും. The third is 3,000 rupees per month welfare pension for all senior citizens and a ministry specially for senior citizens. മുതിർന്ന പൗരന്മാർക്ക് ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി ഉയർത്തുമെന്നതും അവരുടെ സുരക്ഷിതത്വം, ആശങ്കകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപം കൊടുക്കുകയും ചെയ്യും. The fourth is a push for young people to create employment. So if young men and women want to open their own small businesses, we will give them a loan, an interest-free loan of 5 lakh rupees so that they can make a start. സംരംഭകരാവാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഒരു ചെറിയ കൈത്താങ് എന്ന പോലെ തുടക്കത്തിനു വേണ്ടി, തുടക്കം കരുതലോടുകൂടി ആകുന്നതിന് വേണ്ടി 5 ലക്ഷം വായ്പയില്ലാതെ സ്റ്റാർട്ടപ്പ് ലോണുകൾ നൽകും. And the fifth is that we will give 25 lakhs of health insurance to each household. That means whatever illness you have, whether there is a member of the family who has cancer or heart disease, or even if it's a serious surgery required, up to 25 lakhs will be paid by the government. You will not have to pay a single rupee up to 25 lakhs. ആരോഗ്യ മേഖലയില് നമ്മൾ നേരിടുന്ന പ്രശ്നം, അത് ശസ്ത്രക്രിയയായിക്കോട്ടെ, മറ്റ് ചികിത്സാ കാര്യങ്ങളായിക്കോട്ടെ, ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ UDF ഗവൺമെന്റ് ഉറപ്പു നൽകും. So these are just some of the things that we want to do for you. We have a vision, a plan to create a vibrant economy, to attract more tourists here, to be able to build on the businesses that you have already started, and to have you start new businesses. ഇതെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമാണ്, ഒരു തുടക്കത്തിന് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ സംരംഭകരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി, പുതിയ തലമുറയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അനേകായിരം വികസന പദ്ധതികൾ UDF ഗവൺമെന്റ് മുന്നോട്ട് വെക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. We want to open a world-class tribal university here in Wayanad. We have put it in our manifesto to celebrate tribal culture, to keep your traditions and your culture alive, your languages alive, and to provide the best opportunities for those children who don't get the educational opportunities that they should. ഗോത്രവർഗത്തിന്റെ സംസ്കാരത്തെ, ഭാഷയെ, പാരമ്പര്യത്തെ ആഘോഷമാക്കുന്നതിന് വേണ്ടി വയനാട്
to do a lot. Strengthen our hands. Support. Where is T. Siddiqui ji? Support T. Siddiqui ji. You know that he is hardworking. You know that you can reach him whenever is required. My only complaint of him is that he works too much. ഇവിടെ